ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് തർപ്പിത. ഇപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റു, കുളിച്ചു, അമ്പലത്തിൽ പോകാൻ. നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, രേഷ്മ ചേച്ചിയുടെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് ഒരമ്പലമുണ്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം പോയിട്ടുണ്ടായിരുന്നു പായസം കഴിപ്പിക്കാൻ വേണ്ടി. വൈകുന്നേരം പോയി കൊടുക്കുമ്പോൾ നമുക്ക് രാവിലെ ചെല്ലുമ്പോഴത്തേക്ക് പിറന്നാളിന് രാവിലെ കിട്ടും. അപ്പോൾ തലേന്ന് പറയണം അവരടുത്ത്. പായസത്തിൻ്റെ കാര്യം പറഞ്ഞു തന്നായി. ആ സമയത്ത് ഓർത്ത് ഇന്നലെ ഒരു ചീട്ട് തന്നിട്ടുണ്ടായിരുന്നു അവർ പായസത്തിൻ്റെ ഇത് മുറിച്ചിട്ട്. അപ്പോൾ അതെടുക്കാൻ മറന്നുപോയി. കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ട്, അവനിപ്പോൾ കൊണ്ടുതരാൻ വേണ്ടി വരുന്നുണ്ട്. ഞാൻ പായസം എന്നിങ്ങനെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് അതിൻ്റെ കാര്യം ഓർത്തത് തന്നെ. വീഡിയോ എടുത്തത് നന്നായി, അല്ലെങ്കിൽ ഞാനത് മറന്നാണ്. അവൻ വരുന്നുണ്ട്, ഓഫാക്കട്ടെ. അപ്പോൾ ഇതാണ് ചീട്ട്, ഇതാണ് ഞാൻ മറന്നു പോയത്. അപ്പോൾ കൊച്ചു കൊണ്ട് തന്ന് അതിന് അമ്പലത്തിൽ പോകും. അധികം ദൂരമൊന്നുമില്ല, ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ നടക്കാനായിട്ട്. എന്ത് സുഖമല്ല, ചാഴ്ചയ്ക്കല്ല രാവിലെ ഇരുന്നിട്ട് അമ്പലത്തിലൊക്കെ പോകും. നമ്മളവിടെ അമ്പലമൊന്നുമില്ല, അമ്പലം ഉണ്ടെങ്കിലും പോകാൻ പറ്റില്ല. അത് ആൾക്കാർ രാവിലെ പിള്ളേർ സ്കൂൾ ബസ്സെല്ലാം വന്നിട്ടുണ്ട്. 8 മണിക്ക് അമ്പലത്തിൽ ചെല്ലാന്ന് പറഞ്ഞാൽ ഇപ്പം സമയത്തേ 8:30. ഭഗവതീൻ്റെ തന്നെ 108 ക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഇത്. ശ്രീ നെല്ലിയോട്ട് ഭഗവതി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ഇതിൽ കുറേ വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ അച്ചട്ടായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പ്രധാനമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണിനെന്തെങ്കിലും രോഗമായിട്ടല്ല, കണ്ണിന് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടായിട്ട് വരുവാണെങ്കിൽ ഇവിടെ ഭഗവതിയോട് ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ ചെക്കിമാലയല്ലേ ചേച്ചി, ചെക്കിമാല ഭഗവതിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വേദന മാറിക്കിട്ടും. അങ്ങനെ കുറേ എന്താ പറയുക വിശ്വാസങ്ങളുണ്ട് ഇവിടെ, കുറേ ഐതിഹ്യങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നലെയാണ് ചേച്ചി പറഞ്ഞത്, അങ്ങനെ കണ്ണിന് പ്രശ്നമായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും ഈ ദേവി കുറേ എന്താ പറയുക അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്, മാറ്റം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് ഇവിടെ. എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, പക്ഷേ ഈ ഒരു 1-2 കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ച സമയത്ത് ചേച്ചിക്ക് അറിയാതെ ചേച്ചി പറഞ്ഞത്. എട്ട് മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. ഇന്നലെ കുറച്ച് പരിപാടി എല്ലാം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉറങ്ങിയപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയി. കിടന്നപ്പം ലേറ്റായിപ്പോയി, ഭയങ്കര ഉറക്കമായിപ്പോയി. അതുകൊണ്ട് തന്നെ പറഞ്ഞു. അമ്പലത്തിൽ കയറി നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച് പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. പിന്നെ നമ്മൾ ഇന്നലെ കഴിപ്പിച്ച പായസം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. രേഷ്മിച്ചി ഹായ് പറ. ഹായ്. സർപ്പക്കാവ് ഏതാ പറയാ? ആരും പോക്കില്ല അങ്ങോട്ട്? ഓ അതെയാ. നമ്മൾ ഈ ക്ഷേത്രത്തിന് തന്നെ ഭാഗമായിട്ടുള്ള ഒരു സർപ്പക്കാവ്, പിന്നെ അതുപോലെ ക്ഷേത്രക്കുളം. ഇത് ക്ഷേത്രക്കുളം തന്നെയാണ്. ഇന്നലെ വന്ന സമയത്ത് ക്ഷേത്രക്കുളമാണോ അല്ലയോ എന്ന് അറിയില്ലായിരുന്നു നമുക്ക്. അവിടെ കാവിൻ്റെ ചെറുതായിട്ട് കാണുന്നുണ്ട്, കാര്യമായിട്ട് കാണാൻ കഴിയുന്നില്ല, എന്നാലും കണ്ടു. അമ്പലത്തിൽ പോയി തിരിച്ചത് നമുക്കിനി ചായ കുടിക്കാം. നമ്മൾ അമ്പലത്തിൽ നിന്ന് പായസം കൊണ്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ വന്ന് കയറിയതേ ഉണ്ടായിട്ടുള്ളൂ. ഏച്ചി അമ്പലത്തിൽ നിന്ന് പായസം അതെ എടുത്തിട്ട് വരട്ടെ. പായസം ആദ്യം കുറച്ച് കഴിക്കാം അല്ലേ? അതാണോ ഇത്? ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ പിറന്നാളിന് പായസം കഴിപ്പിക്കുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പായസം നമ്മൾ അമ്പലത്തിലൊക്കെ അങ്ങനെ അടുത്തങ്ങനെ അമ്പലം ഇല്ലാത്ത കാരണം പോയിട്ട് അങ്ങനെ കഴിപ്പിക്കുന്നില്ല. പിന്നെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് അവിടെ പായസം അങ്ങനെ ബോട്ടിലായിട്ടുണ്ടാവുമല്ലോ,
അങ്ങനെ ഉണ്ടെങ്കിൽ വാങ്ങിക്കും. അല്ലെങ്കിൽ ദിവസവും നമ്മളിങ്ങനെ പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ നെയ്വിളക്ക് അങ്ങനത്തെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെയാണ് കഴിപ്പിക്കാറ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ പേരിൽ ഞാൻ ഒരു പായസം കഴിപ്പിക്കുന്നത് ആദ്യമായിട്ട്. ഞാനല്ലെങ്കിൽ ഈ പുഷ്പാഞ്ജലി എടുക്കുന്ന സമയത്ത് അധികം എൻ്റെ പേരിൽ അങ്ങനെ കഴിപ്പിക്കലില്ല. അപ്പോൾ ഇപ്പോൾ ഇത് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അതുപോലെ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ പറ്റുക, എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ പറ്റി ഭയങ്കര സന്തോഷം. പിന്നെന്താ, നാളെ ഞങ്ങളുടെ ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിന് കുറച്ച് പരിപാടിയുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അധികം സ്ഥലമൊന്നുമില്ല, എന്നാലും ഒന്ന് പോകണം. ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. ഞാനല്ല, നിങ്ങളല്ലേ കളിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കും. അതിന്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ള ചെറിയ വ്ളോഗാണ്. അമ്പലത്തിൽ പോയി വരുന്നത് മാത്രം നടക്കണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കഴിച്ചിട്ട് അമ്പലത്തിൽ പോകാൻ നോക്കുന്നേ. നിങ്ങള് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇവരുടെ വീഡിയോ അമ്പലത്തില് ചിക്കൻ കൂട്ടി പോവാൻ പാടില്ല. കുളിച്ചതിന് ശേഷം ചിക്കൻ കൂട്ടുന്നു. പുട്ടും ചിക്കനും കണ്ടു. നമ്മള് രണ്ടാളും കണ്ടു. നമ്മളെ പോയ സമയം നിങ്ങൾ എഴുന്നേറ്റിട്ട് കൂടിയില്ല. ആര് ഞാൻ രാവിലെ 6 മണിക്ക് എഴുതിച്ചു. നിങ്ങളെപ്പ ഇന്നത്തെ പിറന്നാളിന്റെ പാർട്ടി നമ്മൾ നോക്കിയായിരുന്നു. അതിന്റെ വീഡിയോ ഒക്കെ എവിടെ? അതിന്റെ വീഡിയോ ഒക്കെ ഹസ്ബൻഡിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് പുറത്ത് കളിക്കാൻ പറ്റുന്ന പോലെയല്ല, അതുകൊണ്ട് ആയിക്കൂല. അത് പുറത്തുവിടാൻ കഴിയില്ല. കുറച്ച് ഇതുണ്ട്. പുറത്തുവിടാൻ കഴിയാത്ത വീഡിയോ അല്ലേ? ഞാൻ ചിക്കൻ കഴിച്ചിട്ട് അവരെ കുളിച്ചതിന് ശേഷം ഈ വിഷ്വൽ കട്ട് ചെയ്തിട്ട് വേറെ വിഷ്വൽ ഇവിടെ എഡിറ്റ് ചെയ്ത് കേട്ടാൻ പോയിക്കുന്നത് സമ്മതിക്കൂല. ഞങ്ങൾ എല്ലാ വീഡിയോയിലും ഇല്ല. രാവിലെ ഞാൻ എഴുന്നേറ്റ് കുളിച്ചു, അതുകൊണ്ട് നേരെ അമ്പലത്തിൽ ഒന്നും കഴിച്ചിട്ടില്ല. അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസമാണ് ഞാൻ കഴിച്ചത്. ഞാൻ വേറെ ഒന്നും കഴിച്ചില്ല. ഞാൻ പായസം കഴിക്കുന്നത്. അതെ, നിങ്ങൾ ഇവരുടെ വീഡിയോ പറയുന്ന മൊത്തം കള്ളായിരിക്കും. സപ്പോർട്ട് പറഞ്ഞ സാധനം ചെയ്യാൻ പാടില്ല. ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. എനിക്കൊരു ചാനലുണ്ട്, നല്ല വിശേഷമാണ്, നിങ്ങളൊന്ന് കേറി നോക്കണേ. ഇവരുടെ വീഡിയോ എന്താ ഉണ്ടാവാത്ത? ശരി, അങ്കുനൊരു ചാനലുണ്ട്. നാട്ടിലെ വിശേഷം ഈ ഷൂട്ട് അപ്ലോഡ് ഇതുപോലെ 150 ഷൂട്ട് ചെയ്ത ഫുട്ടേജ് കമ്പ്യൂട്ടർ കിടപ്പുണ്ട്. ഇല്ല, ഇവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കും. ഞാൻ ഷൂട്ട് ചെയ്തൊന്നും ഇടൂരാന്ന്. ആ ചെറിയ രീതിക്കുള്ള കാര്യമാണ്, പക്ഷെ ഇത് ഞാൻ ഇടും. ഇത് എന്നാ പോക്ക് വീഡിയോയാണ് എന്റെ ഓർമ്മയ്ക്ക്. എന്റെ ഓർമ്മയ്ക്ക് അത്യാവശ്യം നമ്മൾ നടത്തും. അത് വേണ്ട. അപ്പൊ നമുക്ക് ബൈ ബൈ പറയാം. ബർത്ത്ഡേ ബ്ലോഗ് ഹായോ തുടക്കമല്ല അവസാനം. അപ്പൊ രാവിലെ ഞാൻ എന്റെ പിറന്നാൾ ദിവസം രാവിലെ ഞാൻ അമ്പലത്തിൽ പോയി. അതുവരെ പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. എടുത്തായിരുന്നു. സംസാരിച്ചായിരുന്നോ? എന്ത് സംസാരിച്ചു? ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ പോലെ സംസാരിച്ചോ? ഇത് റൂട്ട് സംസാരിച്ചോ? എടുത്തു. പൂച്ചയോട് സംസാരിച്ചാ? അമ്പലത്തിലെ പൂജാരിയോട് സംസാരിക്കണ്ടേ? ഇത് എങ്ങനെ ഉണ്ടാക്കിയത്? ഇവര് വെറുതെ ഓരോ പൊട്ടത്തരം പറഞ്ഞോണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. ചെറിയൊരു വ്ളോഗായിരുന്നു. അമ്പലത്തിൽ പോയി വരുന്നവരുള്ളൊക്കെ. ബൈ, ടാറ്റാ ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ ഇതിനേക്കാളും വലുത് വരാനുണ്ട്. ഓക്കെ, ബൈ ബൈ.